ജീവനവും മരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ കവിയായ ടി.എസ്. എലിയറ്റ് ഒരിക്കൽ പറയുന്നുണ്ട്. അദ്ദേഹം രണ്ട് തരം ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡെത്ത് ഇൻ ലൈഫ് എന്നതാണ്, മറ്റൊന്ന് ലൈഫ് ഇൻ ഡെത്ത് എന്നതാണ്. ഡെത്ത് ഇൻ ലൈഫ് എന്ന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു പക്ഷേ സവിശേഷമായി ഒന്നും ചെയ്യുന്നില്ല, ജീവിച്ചിരിക്കുന്നതിൻ്റെ മുദ്രകളൊന്നും അവശേഷിപ്പിക്കാതെ ബയോളജിക്കലായി മാത്രം ജീവിച്ചിരിക്കുന്നു, പ്രവൃത്തി കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ പ്രത്യേകിച്ച് ജീവിതത്തിന് അർത്ഥമൊന്നുമില്ലാത്ത നമ്മുടെയൊക്കെ പോലുള്ള വലിയ ജീവിത വ്യാപ്തിയാണ് ഈ എന്താ പറയുക ഡെത്ത് ഇൻ ലൈഫ് എന്ന് അദ്ദേഹം പറയുന്നത്. ജീവിതമാണ് പക്ഷേ മരണം തന്നെയാണ്. മറിച്ചൊരു ജീവിതത്തെക്കുറിച്ച് എലിയറ്റ് പറയുന്നത് ലൈഫ് ഇൻ ഡെത്ത് എന്നാണ്, മരണത്തിലെ ജീവിതമാണ്. ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത്, മരണത്തിലാണ് ജീവിച്ചത്. രക്തസാക്ഷികളൊക്കെ ജീവിക്കുന്നത് മരണത്തിലാണ്. അങ്ങനെ ഇന്ത്യയിൽ രക്തസാക്ഷിത്വം കൊണ്ട് മരണത്തെ ജീവിതത്തേക്കാൾ വലിപ്പമുള്ളതാക്കിയ ഒരാളായിരുന്നു ഗാന്ധി. ഗാന്ധിയുടെ മരണത്തിന് ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ പല മടങ്ങ് വ്യാപ്തിയുണ്ട് എന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലളിതമായി പറഞ്ഞാൽ ഗാന്ധിയുടെ ചോരയിലാണ് ഈ രാഷ്ട്രം ഉറച്ചത് കുറച്ചു കാലത്തേക്കെങ്കിലും. അതില്ലായിരുന്നുവെങ്കിൽ അന്നേ തീർന്നു പോകുമായിരുന്ന ഒന്നായിരുന്നു ഈ ഇന്ത്യ എന്ന രാജ്യം. അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം കടപ്പെട്ടിരിക്കുന്നത്, ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നത്, ഗാന്ധിക്ക് ഒരാൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാനിത് അതിശയോക്തിപരമായിട്ടൊന്നും പറയുകയല്ല. 1947 സെപ്റ്റംബർ 1 ഗാന്ധി കൽക്കട്ടയിൽ നിരാഹാരം തുടങ്ങുമ്പോൾ തലേന്ന് രാത്രി ഒറ്റ ദിവസം കൽക്കട്ടയിൽ കൊല ചെയ്യപ്പെട്ടത് 52 പേരാണ്, ഒറ്റ രാത്രിയിൽ. അതറിഞ്ഞിട്ടാണ് ഗാന്ധി 47 സെപ്റ്റംബർ 1 രാവിലെ നിരാഹാരം ആരംഭിക്കുന്നത്. 3-ാം ദിവസം കൽക്കട്ട അടങ്ങി. കൽക്കട്ടയിൽ ഒരാളും കൊല്ലപ്പെടാത്ത സ്ഥിതി ഉണ്ടായി. സമ്പൂർണമായ ശാന്തതയിലേക്ക് കൽക്കട്ട മടങ്ങി വന്നു. 60,000 പട്ടാളക്കാർ കാവൽ നിന്നിട്ട് പഞ്ചാബിൽ നടക്കാതെ പോയ കാര്യമാണ് 50 റാത്തിൽ തൂക്കമില്ലാത്ത മനുഷ്യൻ, 78 വയസ്സ് പിന്നിട്ടൊരു മനുഷ്യൻ 3 ദിവസം നിരാഹാരം കിടന്ന് കൽക്കട്ടയിൽ സാധിച്ചെടുത്തത്. രാജഗോപാലാചാരി അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഗാന്ധി പല അത്ഭുതങ്ങളും തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം കാണിച്ച ഏത് അത്ഭുതത്തെക്കാളും വലുതായിരുന്നു കൽക്കട്ടയിലെ നിരാഹാരം എന്ന അത്ഭുതം. കൽക്കട്ട മിറാക്കിൾ എന്നൊക്കെ അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. രാജാജി പറയുന്ന കാര്യം, തമ്മിൽ വെട്ടിക്കൊല്ലാനായിട്ട് ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ തൻ്റെ നിരാഹാരം എന്ന ധാർമ്മിക ബലം കൊണ്ട് നിരായുധരാക്കാൻ കഴിയുക എന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് അതേക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഗാന്ധി വീണ്ടും ആവർത്തിച്ചു. ആ ആവർത്തനാണ് വാസ്തവത്തിൽ ഡൽഹിയെ പിടിച്ചു നിർത്തിയത്.